ഇന്ന് ബഹളങ്ങളും ശബ്ദ കോലാഹലങ്ങളും ഒന്നുമില്ല. ബ്രഹ്മത്തിന്റെ അനന്തതയിലൂടെ ആത്മീയതയിലേക്ക് ലയിക്കാൻ പോവാണ്. കൂരായണം ഇന്ന് അവതരിപ്പിക്കുന്ന കഥയുടെ പേര് മരിച്ചതല്ല, സമാധിയായതാ. എന്റെ അച്ഛൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആദ്യം മുതലേ കൊച്ചിലെ മുതൽ സന്യാസ ജീവിതത്തിലോട്ട് പോയിരുന്ന ആളാണ് എന്റെ അച്ഛൻ. മരുത്തമലയില് ആശ്രമം ഉണ്ടായിരുന്നു 3 അത് സിദ്ധ അയ്യ വൈകുണ്ഠ ആശ്രമത്തിലേക്ക് അത് വിട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നു. അത് എല്ലാ ആറാൽമൂടി ചോദിച്ചു കഴിഞ്ഞാൽ അച്ഛന്റെ പഴയ യൂണിയനിലുള്ള ആൾക്കാരോട് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാം അത് വ്യക്തമായിട്ട് പറഞ്ഞു തരും. കൊച്ചിലെ മുതലേ സ്വാമിയായൊരു മനുഷ്യൻ ജനിച്ചു വീഴുന്നു, അപ്പൊ തന്നെ സ്വാമിയാവുന്നു. ശേഷം ജീവിതം മരുത്വാമലയിൽ. സ്വാമി രക്ഷിക്കണേ. ഈ ഹിന്ദു ആചാരങ്ങളെ വ്രണപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റൂല. സമാധിയാവുന്ന അച്ഛൻ തന്നെ ഇന്നടുത്ത് പറയണം, അല്ലെങ്കിൽ ഞാൻ തന്നെ പറയണം അച്ഛൻ ഇന്ന ദിവസം സമാധിയാവും. അപ്പോഴേ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ആ ഏകാഗ്രത നഷ്ടപ്പെടൂലേ? അപ്പൊ സമാധി മുടങ്ങത്തില്ല, ആ മുഹൂർത്തം തെറ്റത്തില്ലേ? അപ്പൊ അച്ഛന് സമാധി ഇരിക്കാൻ പറ്റുമോ? ഇതിപ്പോ പറഞ്ഞെന്ന് പറഞ്ഞാൽ ബന്ധുക്കളുടെ പരാതി എന്ന് പറഞ്ഞിട്ട് ഒരാൾ കൊണ്ട് പരാതി കൊടുത്ത് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാന്ന് പറഞ്ഞ് കല്ലറ പൊളിക്കാൻ സർവ്വസന്നാഹവും വന്നു. എന്ത് കല്ലറ പൊളിക്കാനോ? അസംഭവ്യം. സമാധി തടസ്സപ്പെടുത്താൻ വന്ന ഒരുത്തിനെയും വെറുതെ വിടില്ല. ഇനി അങ്ങോട്ട് ഉഗ്ര താണ്ഡവായിരിക്കും. എല്ലാത്തിനെയും ഭസ്മാക്കി കളയും. പീഠത്തിന്റെ അവസ്ഥയാണ് ഇത് എന്നാണ് പണി കഴിപ്പിച്ചത്? 2010 ഋഷിപീഠം ചെയ്തിട്ടുള്ളത്. 2010. എങ്ങനെയാണ് ഇത് നിങ്ങൾ ഈ ഒരു സമാധി ഇരുത്തിയത് എന്ന് കൂടെ പറഞ്ഞുതരാമോ? എങ്ങനെയായിരുന്നു ഇതിന്റെ സമാധി ഇരുത്തിയെന്ന് പറഞ്ഞാൽ ഋഷിപീഠം ഇതാണ്. ഋഷിപീഠം ഈ ഋഷിപീഠം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെയും വൈകുന്നേരവും ധ്യാനത്തിന് വരുന്ന ഇതാണ്. നെയ്യാറ്റിൻകര ഗോപൻ സ്വാമിയുടേത് സ്വാഭാവിക മരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ തെളിഞ്ഞു.